പൊടി. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഹായ് ഹലോ, എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനൊന്നുമില്ല. ഇന്ന് ചെറിയൊരു സെഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് ഏറ്റവും ഇച്ചിരി ലേറ്റായി. അപ്പം നമ്മൾ രാവിലെ ജസ്റ്റ് ബ്രെഡും അങ്ങനെ ബ്രെഡ് മുട്ടയിലൊക്കെ ഇട്ട് മുക്കി പൊരിച്ച് അങ്ങനെ പരുവിന് രാവിലെ എന്താ പറയുക മധുരമുള്ളത് കഴിക്കാനാണ് ഇഷ്ടം. എനിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ എനിക്ക് മധുരം കഴിക്കുന്നത് അത്ര വലിയ താല്പര്യമില്ല. അപ്പം അവനക്ക് ഇഷ്ടമുള്ള പോലെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ബ്രെഡ് മുക്കി പൊരിക്കലും അവൻ ചെയ്തു. ഞാൻ അത്ര നേരം വൈകി എണീറ്റ കാരണം കൊണ്ട് ഞാൻ അധികം അങ്ങനെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരിപ്പോൾ പുറത്തേക്ക് പോയിക്കുകയാണ്. അപ്പം വരുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കമ്പനി ആയിട്ട് ഇവിടെ ഷിത്തു ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഷിത്തുമാ, ഷിത്തു എടി ഷിത്തു, പോവാ നമുക്ക്. അവളിപ്പം പണ്ടത്തെ മാതിരിയല്ല. അവൾ എന്താ പറയുക, നമ്മൾ അനങ്ങുമ്പോഴത്തേനും ഒപ്പം വരും. അവൾക്ക് തന്നെ ഇരിക്കാനുള്ള ഒരു എന്താ പറയുക, തന്നെ ഇരിക്കാൻ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളൊരു സെറ്റായി. കാരണം ഞങ്ങൾ പോകുമ്പോഴത്തേനും എല്ലായിടത്തേക്കും കൊണ്ടുപോയിട്ടും പിന്നെ 2-3 പ്രാവശ്യം ഇവളെ തന്നേക്ക് ഇട്ടിട്ട് പോയി. എന്നുവെച്ചാൽ പുറത്തേക്ക് പോകുമ്പോഴത്തേനും ഇവളെ വീട്ടിലിട്ടിട്ട് പോയ കാരണം കൊണ്ടും കൂടിയും ഇഷ്ടത്തേക്ക് ആകെ ഒരു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഭയങ്കര ആവേശമാണ് പുറത്ത് കൂടെ ഇറങ്ങാനും. എന്താ പറയുക, എപ്പോഴും വീട് അടച്ചിട്ടേക്കല്ലേ. നമ്മുടെ മറ്റേ വീട്ടിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. വീട്ടിൽ നമ്മൾ പുറത്ത് ഇങ്ങനെ കെട്ടിയിടുമ്പോൾ എല്ലാവരും എപ്പോഴും കാണാമല്ലോ. ഇവിടെ ആകുമ്പോൾ 2 വാതിൽ അടച്ചിട്ടേക്കണ കാരണം കൊണ്ട് ആൾക്കൊരു എന്താ പറയുക, ആകെ ഒരു ചടപ്പാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഒരാളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 2 പേരും കൂടെ പോവുകയാണെങ്കിൽ അവളൊന്നും കഴിക്കൊന്നുമില്ല, വരുമ്പോഴൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു സീനുണ്ട്. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിപ്പോൾ കറി വയ്ക്കാൻ പോവാണ്. ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഓൾറെഡി രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി വെക്കണം. ഒരു ചെമ്മീൻ ചമ്മന്തിയും അതുപോലെ തന്നെ പയർ ഓൾറെഡി കാച്ചി വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അച്ചാറ്, പപ്പടം, തൈര് അങ്ങനെയൊക്കെ ചെറിയൊരു പ്ലാനിങ്ങിലാണ്. അപ്പം എന്താവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവൾ കൂടെ നടന്നു വന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ വന്ന് കിടന്നു. ഞാൻ ഓൾറെഡി കുക്കറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പയർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നന്നായി വെന്തുണ്ട്. പയർ കാച്ചണം, അത്രേ ഉള്ളൂ. ഞാനിവിടെ വന്നേ പിന്നെ എൻ്റെ എന്താ പറയുക, ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. കാരണം നമ്മൾ എത്രയൊക്കെ ഇതായാലും ഇപ്പം ഞാനിപ്പോൾ ആരുമായിട്ട് റിലേഷനിലായിട്ട് ഓൾമോസ്റ്റ് ഒരു 4-5 വർഷം എന്തായാലും ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് കുറേ മാറ്റങ്ങൾ എന്താ പറയുക, കുറേ നമുക്കറിയില്ല. നമ്മളിപ്പോൾ മിക്കപ്പോഴും കാണുന്നുണ്ട്, ഒരുമിച്ചുണ്ട്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ കൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൂടെ ജീവിച്ചപ്പോഴാണ് മനസ്സിലായതിൽ ഒന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇവനിക്ക് എന്താ പറയുക മധുരമുള്ളത് വേണം എന്ന മസ്റ്റുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ആൾക്ക് ചായ അത്ര വലിയ താല്പര്യമില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ചായ ഇഷ്ടം. ആൾക്ക് അത്രയധികം എരിവ് താല്പര്യമില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ എന്താ പറയുക വന്ന് ഒരു 1-2 ആഴ്ചക്കുള്ളിൽ മനസ്സിലാക്കിയതാണ് കേട്ടോ. ആദ്യത്തെ ഒരാഴ്ചയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വയ്യാനും കേടുകളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വയ്യായി വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഫങ്ഷൻ വന്നു. സാറയുടെയും മാവയുടെയും ഞാൻ പറഞ്ഞില്ലേ പേരിടൽ പരിപാടികൾ. അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കൊക്കെ വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ആകെ വീട്ടിലങ്ങനെ നമ്മളൊരു പ്രോപ്പർ റൂട്ടീനിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ് കത്തി കാണാനില്ല, ഇത്തിരി വെളിച്ചം കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇവിടെ വന്ന് നിൽക്കാമെന്ന്. എന്തായാലും കഥ പറയാണല്ലോ. അപ്പം ആക്ച്വലി എന്നിട്ട് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 30-ആം തീയതിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നു. 29-ാം തീയതി കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പോന്നു. അത് വീട്ടിലേക്ക് മീൻസ് ഇങ്ങോട്ടേക്ക് വന്നു. ഇത് 29-ാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ 29-ാം തീയതി നൈറ്റ് അവിടെ വന്ന് നിന്നു. 30 കഴിഞ്ഞ് 30 രാത്രി നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പം അത്രയും ഒരു ദിവസം നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ. പിന്നെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറയുടെയും ഹരിയുടെയും വാവയുടെ നെയിം സെറിമണി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 3-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര വയ്യായും കിടക്കായിരുന്നു. എന്നും രാത്രിയാകുമ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലായിരുന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് ഹോം സിക്നെസ് ഉണ്ട് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല.
വീട് മാറി നിന്നതിൻ്റെയും പിന്നെ ഫുഡ് ശരിക്കല്ലാത്തതിൻ്റെയും ഞാൻ ഈ ഇങ്ങനെ എപ്പോഴും ചോറൊക്കെ അല്ലേ തിന്നുകൊടുന്നത്. ഇവിടെയാണെങ്കിൽ ചോറ് കഴിക്കൽ ഭയങ്കര കുറവായിരുന്നു. പിന്നെ രാവിലത്തെ ഫുഡിങ് കുറവ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആയിരിക്കാം. എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോഴൊന്നും വീട്ടിലെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ അടുക്കളയിൽ കയറി ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ മുന്നൊക്കെ വലിയ വീരവാദം അടിച്ചിട്ടുള്ള മേഡത്തിൻ്റെ അടുത്തൊക്കെ ആണോ, ഞങ്ങളിപ്പോൾ ഇത്ര നാളായിട്ട് അറിയുന്നതല്ലേ, അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞിപ്പോൾ എന്തിട്ടാണ് അത്രയ്ക്ക് വലിയ മാറ്റം വരാനുള്ളത്, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ദെൻ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെയൊക്കെ ആണല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്താണ് കേട്ടോ. അപ്പം ഒരു ദിവസം ദോശ അമ്മ പിന്നത്തെ ആഴ്ച കഴിഞ്ഞ 3-ാം 4-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേനും 5-ാം തീയതി ആയപ്പോഴത്തേനും അമ്മയും അച്ഛനും എല്ലാവരും ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, നിൽക്കാൻ വേണ്ടിയിട്ട് വന്നത്. അവർ 5 days നിന്നിട്ടാണ് പോയത്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് വീട്ടിൽ ചോറും കറിയും ഇങ്ങനെ പലഹാരമൊക്കെ വെക്കുമല്ലോ. അപ്പോഴാ ഫുഡ് അവൻ കഴിക്കുമ്പോഴത്തേനും അത്രയും രാവിലെ ഞാൻ ഇങ്ങനെ കഴിക്കില്ല അങ്ങനെ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലായി, ഓ അങ്ങനെയാണല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന്. അപ്പം പിന്നെ ഞാൻ അതിനനുസരിച്ചിട്ടായിട്ടാണ് വെക്കല്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്തെങ്കിലും മധുരമുള്ളത് അടയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങല. പിന്നെ ആളെൻ്റെ അടുത്ത് പറയും ഇന്ന് എനിക്ക് ഇത് വെച്ചാൽ മതി, അപ്പം അങ്ങനെയൊക്കെ ഇലയുടെ ഇഷ്ടമാന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ എനിക്ക് വിചാരിച്ച പോലെ നേരത്തെ എണീക്കാൻ പറ്റണില്ല. കാരണം ഭയങ്കര നേരം വൈകിട്ടാണ് കിടക്കണത്. ഒരു ഏറ്റവും നേരത്തെ എന്ന് പറയുമ്പോൾ 12 മണിയാവും ഉറങ്ങുമ്പോൾ. രാത്രിയാകുമ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വീട്ടിലും ഇങ്ങനെ പകൽ മുഴുവൻ ഇങ്ങനെ ചടഞ്ഞിരുന്നിട്ട് രാത്രിയാകുമ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഹരിയുടെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേനും നേരം വൈകും സ്വാഭാവികമായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ നേരം ആകുമ്പോൾ ഫോണിലും കുറച്ച് നേരം കുത്തിയിരുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുക. അപ്പോൾ ഒരു 12 മണി 1 മണിയൊക്കെ ആവും. സ്വാഭാവികമായിട്ടും നേരത്തെ എണീക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയ കാരണം കൊണ്ടായിരിക്കാം എൻ്റെ എന്താ പറയുക അതൊരു ചേഞ്ച് വന്നു. ഉറക്കം ശരിയാവാത്തതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു, കുറച്ച് നാൾ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വയ്യായും കേടൊക്കെ ആയിട്ടും കുറച്ച് നാളുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ പുതിയ സ്ഥലത്തേക്ക് എത്തിയതിൻ്റെ ഒരു അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുത്തു. എല്ലാ കാര്യത്തിനും ഞാൻ പണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ചൂസി ആയിട്ടുള്ളൊരു ഒരാളാണ്. എന്ന് വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും ഒന്നും ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു ക്യാരക്ടറായി പോയി. ചിലവരൊക്കെ പെട്ടെന്ന് സെറ്റായി മാറും, അങ്ങനെ നന്നായി എല്ലാ സാഹചര്യത്തിനോടും നന്നായിട്ട് ചേരും. പക്ഷെ എനിക്കെന്തോ അങ്ങനെ പറ്റണില്ല. വൺസ് ഞാൻ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടാനായാലോ, അതെ ഈ ഒരു വീഡിയോ ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കണം, ഇതുപോലെ വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ എന്താ പറയുക, പറ്റാറില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ പാരുൻ്റെ ഫോൺ, ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ചുമ്മാ പോയി ചായ കുടിക്കാൻ പോയതാണ് വൈകുന്നേര സമയത്ത്. രാവിലെ തൊട്ട് വൈകുന്നേരം മുഴുവൻ വീട്ടിലിരുന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും വെറുതെ ചായ കുടിക്കാൻ പോയതാണ്. അപ്പോൾ ആള് പറഞ്ഞ എൻ്റെ അടുത്ത്, ഞാൻ വൈകുന്നേരമാടി നീ വീട്ടിൽ നിന്ന്, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ പോയി 2 ഫോണും കൈ പിടിച്ചു. എന്നാൽ ഒരു ഫോൺ വെച്ചാൽ മതി, 2 ഫോണും കൂടെ കയ്യിൽ വെച്ച് ആ ഒരു ഫോൺ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലത്തെ ഫോണാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. iPhone 15 ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ഊർന്ന് ഇങ്ങനെ പോയി എടുക്കാൻ നോക്കുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിലേക്ക് എത്തി ഒരു ഐസ് കയറി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാണിച്ചു തരാം. ഇതാ ഫോൺ തൊടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതിങ്ങനെ ആയിട്ടുണ്ട് ഈ സാധനം. ഇതേമാതിരി ഇതിൻ്റെ ഒരു സംഭവം പോലും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലത്തെ കണ്ടീഷനായി. ഇതേപോലെ ആയിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഞാനന്ന് കുറെ കരഞ്ഞിട്ട് എന്താ പറയാ, സംഗതി അത് ഒരെണ്ണം നമ്മൾ ഫുൾ ക്യാഷ് കൊടുത്ത് മേടിച്ചതാണ്. പക്ഷെ ഒരെണ്ണം നമ്മൾ EMI ഇട്ട് എടുത്തതാണ്. ആ EMI പോലും കഴിഞ്ഞിട്ടില്ല, അതാണ് വിഷമം. ഫോണാണെങ്കിൽ ഒന്ന് റെഡിയാക്കാൻ പോലും പറ്റില്ല. അപ്പം അങ്ങനത്തെ കുറെ ട്രാജഡികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എണീറ്റ് നിൽക്കണേ. അങ്ങനെ അപ്പം ഞാനിനി എൻ്റെ ഉള്ളി നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി
കറി ഉണ്ടാക്കട്ടെ. അവർ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സാധാരണ അവൻ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും, അവൻ വരുന്നവരെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ, നന്നായി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ ചെയ്യുള്ളൂ, ചില കാര്യങ്ങൾ പറയാണ്ട് തന്നെ വന്ന് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ പേര് ചോദിച്ചു എന്നിട്ട് വർക്കും ചോദിച്ചായിരുന്നു. വർക്ക് ആക്ച്വലി ഇൻ്റർലോക്ക് ഇല്ലേ, നമ്മൾ നിലത്ത് കട്ട വിരിക്കില്ലേ, അതിൻ്റെ വർക്കാണ്. പ്ലസ് ബാക്കി നമ്മൾ റിനോവേഷൻ വർക്കുകൾ, അങ്ങനത്തെ വർക്കുകളൊക്കെ ആൾ എടുത്ത് ചെയ്യും. ബേസിക്കലി നമുക്ക് ഇൻ്റർലോക്കിൻ്റെ വർക്കാണ്. വർക്ക് മീൻസ് നമ്മൾ വർക്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നു, അത്രയാണ്. കോൺട്രാക്റ്റാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പാരുവിന് അധികം എരിവ് ഇഷ്ടമല്ല എരിവ് അധികം പറ്റില്ല. അതും ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഇഷ്ടം പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേനും പെരിയൊക്കെ നന്നായി കഴിക്കണം, അൽഫാം പെരിയൊക്കെ കഴിക്കുമല്ലോ. ഞാനപ്പോൾ വിചാരിച്ച ആൾ നന്നായി എരിവ് കഴിക്കുന്ന. ഇവിടെ ഞാൻ എരിവുള്ള എന്താ പറയുക കൂട്ടാൻ വെക്കുമ്പോഴത്തേനും ആള് കഴിക്കില്ല. ആണെങ്കിൽ എൻ്റെ അമ്മയുടെ കൂടെ കൂടി നല്ല എരിവിൽ ഭക്ഷണം കഴിച്ച് ഇവിടെ എരിവില്ലാണ്ട് കഴിക്കുമ്പോൾ എനിക്കെന്തോ കഴിക്കാൻ പറ്റണില്ല. എന്നാലും കുഴപ്പമില്ല. ഇത് ഷിട്ടുവിന് വേണ്ടിയിട്ടാണ്. ഷിട്ടു എന്താ പറയുക, ചിക്കൻ്റെ നെയ്യാണിത്. ഇതിൽ ക്യാരറ്റ് ഇട്ടിട്ട് വേവിച്ച് ഞാൻ കഴിക്കുമെന്ന് വിചാരിക്കണം. ഇതുവരെ ഞാൻ കൊടുത്തു നോക്കിയിട്ടില്ല. അവൾ പച്ചക്കറി കഴിക്കൽ ഭയങ്കര കുറവാണ്. ഇവിടെ വന്നാൽ പിന്നെ ഭയങ്കര ചിക്കൻ കഴിക്കലാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും എന്താ ചിക്കൻ ഉണ്ടാവാറുണ്ട്. ഒന്നല്ലെങ്കിൽ മേടിക്കും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കും. അപ്പോൾ ഒക്കെ ചിക്കൻ നന്നായി കഴിക്കും. ഓൾറെഡി അവൾക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ ചിക്കൻ കിട്ടി കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കില്ല. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കഴിക്കുമെങ്കിൽ നല്ലതല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് ഭാര്യ വന്ന് ഹെൽപ്പ് ചെയ്യാൻ. ചിക്കൻ 65 നമ്മൾ ചെമ്മീന് പകരം ഈ ഒരു മോരുകറിയാണ് കേട്ടോ വെച്ചത്. ദെൻ നമ്മളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, സംഗീത്. എയർ ഫ്രയറിലാണ് നമ്മൾ ചിക്കൻ 65 ഉണ്ടാക്കാൻ പോകുന്നത്. കമോ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് ബ്രഷ് ചെയ്യും എന്നിട്ട്. അപ്പം ഇതിൽ മാത്രം ഫ്രൈ ചെയ്താൽ മതി, വറക്കണ്ട. ചിലവർക്ക് ഈ ഒരു സംഭവം നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ, പക്ഷെ ചിലവർക്ക് ഇഷ്ടമാവില്ല. പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, കാരണം ഓയിലില്ലല്ലോ, അത് കാരണം കൊണ്ട്. അതർവൈസ് സെറ്റായിരുന്നു കേട്ടോ. ഇതെടുത്തിട്ട് നമ്മൾ നേരെ ഫ്രയറിൻ്റെ ഉള്ളിലേക്ക്. നമ്മുടെ ഈ ഫ്രയർ ആരെ സ്പോൺസർ ചെയ്ത്? ഇതില് നമ്മള് മെനു സെലക്ഷൻ ആണ്. ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ സംഭവം ഓപ്ഷനാണ്. ഇത് ചിന്ന കണ്ടിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും തൽക്കാലം അതിൽ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പിന്നെ ഏകദേശം നമ്മൾ ചെയ്യുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യും. അതിൽ 7 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ എടുത്തിട്ട് തിരിച്ചിടും. 15 മിനിറ്റിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ തൽക്കാലം ഇടും. ഇപ്പൊ സ്റ്റാർട്ടായില്ലേ? ഷിട്ടുവിന് ഫുഡ് കൊടുക്കട്ടെ, അവൾക്ക് വിശക്കുന്നു തോന്നുന്നുണ്ട്. ടോട്ടല് വെച്ച സമയത്തിന്റെ പകുതി ആയപ്പോഴത്തേനും ഇതെടുത്ത് മറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാധനം ഇങ്ങനെ എത്തി. നല്ല എരിവുള്ള മസാലയാണ്. പുളി ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ ചോറുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് വാഷ് ചെയ്യാറ്. അത്രയ്ക്കുള്ള തുണികളല്ലേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ചില ദിവസങ്ങളിൽ 2-3 ദിവസം മുമ്പ് എൻ്റെ കഥ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേനും എന്താ കുറേ ഡ്രസ്സാവും, അപ്പോൾ ലോഡ് കൂടും. പിന്നെ ബെഡിൽ ഷിറ്റ് ഇടയ്ക്ക് കിടക്കണ കാരണം കൊണ്ട് ഷിറ്റ് ഇടയ്ക്ക് ബെഡിൽ ചെറുതായിട്ട് മൂത്രമൊഴിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് 2 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റും. അപ്പോൾ ഈ ലിക്വിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേതുണ്ട്, എന്നാലും
ലിക്വിഡ് വാങ്ങി നോക്കി, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ മിക്കപ്പോഴും ഞാൻ രാവിലെയാണ് ചെയ്യാറുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എണീറ്റപ്പോൾ ഇത്തിരി നേരം വൈകി, അപ്പോൾ അത് കാരണം കൊണ്ട് ഇതെല്ലാം നേരം വൈകുന്നുള്ളൂ. ഒരു 4 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് അലക്കണ പരിപാടികളൊക്കെ നിർത്തും. അങ്ങനെയൊക്കെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രി മിക്കപ്പോഴും ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാണ്ടിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കറണ്ട് ബില്ലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പഠിച്ചു വരണേ ഉള്ളൂ കേട്ടോ. എന്താ പറയുക, ഒരു എനിക്കിപ്പോൾ ആര് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പഠിച്ച് സെറ്റായി വരുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടേക്ക് എത്തി കഴിഞ്ഞാൽ അവളപ്പം വരും. ബാക്കിലെ വാതിൽ തുറക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇവിടെ കയറ്റിയിരുത്തും. ഇവിടെ കയറ്റിയിരുത്തി അവള് ട്രാപ്പഡാണ് അല്ലേ, എൻ്റെ ട്രാപ്പഡ് കുട്ടി. ഒരു 6 മണിക്കായപ്പോഴാണ് എന്നാൽ പിന്നെ കാറ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കാറ് വാഷ് ചെയ്യാൻ പോകാം കേട്ടോ. ഞങ്ങൾ കാറ് കഴുകാൻ പോകാനല്ലോ. ഈ ഗ്യാപ്പിൽ സംഗീത ഷിട്ടുവിനെയും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് ഇഷ്ടമാണ് ഇപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങി വല്ല പട്ടികളും പിന്നെ ബൈക്ക് കാറും ഒക്കെ കണ്ട് 2 കര വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ആക്ച്വലി കാറുകൾ കാണാൻ വന്നിരുന്നതാണ് ഞാൻ, പക്ഷേ എനിക്ക് നൈസായിട്ട് പണി തന്നു. നല്ല രസമല്ലേ ഇതും പിടിച്ചിങ്ങനെ നടക്കാൻ. കെട്ടിയവനും കെട്ടിയളും തിമിർത്ത് കാറ് കഴുകുകയാണ് ഗൈസ്. അത് കണ്ട അസൂയപ്പെട്ടത് നമ്മുടെ ഷിപ്സി അവിടെ ഇരുന്ന് പുറത്തുനിന്ന് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഫോണിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗീത കേട്ടോ ക്ലിയർ ചെയ്ത് തരാം. അവനക്കൊരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്, ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. കുറച്ച് നേരത്തേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എടുത്തത് ആളാണ് കേട്ടോ. പോരാത്തതിന് അറ്റത്തെ വീട്ടിലത്തെ ഒരു കൊച്ചിന് ഹായും കൂടെ കൊടുത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് എന്നുള്ളത് അറിയുന്നത്. ഹലോ, പുതിയൊരു സബ്സ്ക്രൈബർ. കാറിൻ്റെ അവസാന ഘട്ടത്തിലേക്കായിട്ട കഴുകലിൻ്റെ. ഇനി കാർ ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ കാർ ഉണങ്ങാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് കാർ ഉണക്കുന്നില്ല, തുടയ്ക്കുന്നില്ല ഗൈസ്. അവർ എന്തോ അന്താരാഷ്ട്ര ചർച്ചകളിലാണ്. ഉണങ്ങുമ്പോൾ ചെറിയ എന്തൊക്കെയോ പിടിക്കും കാറുമെന്നൊക്കെ പറയുന്നു. കാറിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ കത്തിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഈ വാഴയുടെ തണ്ടൊക്കെ കുറച്ച് കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ചു. അതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും വേറെയും കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തു. ഞാൻ പതുക്കെ റൂമിലേക്ക് വന്നു, കാരണം എല്ലാവരും ഹാളിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നേരമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം ഹാളിൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഒരു 5:30 തൊട്ട് ഒരു 8 മണി 9 മണിയൊക്കെ വരെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചാറി വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഇനി എനിക്ക് പരിപാടികളൊന്നുമില്ല. എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഏകദേശം എന്താ പറയുക ഒരു ദിവസം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലക്ച്വേറ്റ് ആയിട്ടിരിക്കട്ടെ. ഇന്ന് എങ്ങും പോവാത്ത കാരണം കൊണ്ടാണ്, ഞാനെങ്ങും പോവാത്ത കാരണം കൊണ്ടാണ്. ആരൊന്ന് പുറത്തേക്ക് പോയായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ല. വൈകുന്നേരങ്ങളിൽ ഒരു 5:30 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു 10 മണി, ഞങ്ങളൊരു 10 മണിയൊക്കെ ആവും കേട്ടോ എത്തുമ്പോൾ. മോസ്റ്റ്ലി അങ്ങനെ ആവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് ഞങ്ങൾ ഫുൾ വീട്ടിലായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. 1 മാസം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ടും ഒന്ന് സെറ്റായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമ്മുടെ സ്റ്റുഡിയോ റൂമും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു എന്താ പറയുക ഉച്ച തൊട്ടുള്ള രാത്രി വരെയുള്ള ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ കുളിയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഒന്നും ഇതായിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുളിക്കും, ചിലപ്പോൾ ഞാൻ വൈകുന്നേരം കുളിക്കും, ചിലപ്പോൾ ഞാൻ 2 നേരം കുളിക്കും. രാവിലെ കുളിക്കൽ വളരെ കുറവാണ്. എനിക്ക് പറ്റണില്ല. എന്താ പറയുക, പണ്ടേ തൊട്ടേ തന്നെ രാവിലെ കുളിച്ച് ശീലിക്കാത്ത കാരണേ പറ്റണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അതർവൈസ് ഓക്കെയാണ്. യാ, അപ്പോൾ ബൈ.